എൻ്റെ പൊന്നു മക്കളെ നല്ല മോളൊക്കെ ആകെ വയ്യാണ്ടായി. അവള് ഓടി ഓട്ടത്തിലേ ഒരു നല്ല ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് ഒരു കുണ്ട് പോലെ സ്ഥലമായിരുന്നു. അവിടേക്ക് നല്ല പവറിലെടുത്ത് ചാടി പോയി കൊണ്ട് ഞാൻ കുറ്റിക്കാട്ടിന് എടുത്ത് തോന്നുന്നല്ലോ. അപ്പോൾ അന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കാലിൻ്റെ നഖത്തിൻ്റെ സൈഡിലേക്ക് ഒന്ന് കുപ്പിച്ചിൽ കയറിയിട്ട് പൊട്ടി ചോര വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മരുന്നേക്ക് വെച്ചാൽ വേണ്ടി നോക്കി സമ്മതിക്കാനില്ല. അവസാനം ചോര അവളെ നക്കി കുടിക്കുകയാണ്. ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ നാളെ രാവിലെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് 20 കിലോമീറ്റർ അപ്പുറത്തൊരു ഹോസ്പിറ്റലുള്ളൂ. പിന്നെ വെച്ചാൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പച്ചയ്ക്ക് വെച്ചാൽ കെട്ടാൻ വേണ്ടി നോക്കി. പക്ഷേ അവർ വിധത്തിൽ സമ്മതിക്കണില്ല. അവൾക്ക് വേദന എടുത്തിട്ടായിരിക്കാം സൈലൻ്റായിട്ട് കിടക്കുക. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് അവളെ കൈയും കാലും കെട്ടിയിട്ടെങ്കിലും മരുന്ന് വയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കാം. എന്തായാലും നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം വേറെ ഈ വലിയ സംഭവമൊന്നും ഇല്ല, ചെറുതായിട്ടൊന്ന് കുപ്പിച്ചിൽ പൊളിഞ്ഞിട്ടുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, നല്ല ഹൈറ്റ്, ഒരു നല്ല വീടിൻ്റെ ഹൈറ്റിൽ താഴത്തേക്ക് അങ്ങോട്ട് ഒരു കുണ്ട് പോലെ നിറഞ്ഞെടുക്കണം. ഞാൻ ഇറങ്ങിപ്പോയത് കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് പറന്ന് ചാടി ചെയ്താൻ. എന്താ അവസ്ഥ അല്ലേ. ഈ മൊയിലൊക്കെ ചാടില്ല, അതേമാതിരി ഒടുക്കത്തെ ശക്തിയാണ്. ഞാൻ ഇത്രയും നാളും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം. ഇന്നലെ രാത്രി തന്നെ അവള് പോയ പോക്ക് നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ഇപ്പോൾ ഞാൻ ബെൽറ്റൊക്കെ സ്ട്രോങ് ആക്കി സെറ്റാക്കി കിട്ടിയേക്കാണ്. ഇനി എന്തായാലും നാളെ രാവിലെ ഒന്ന് ഇറങ്ങിയിട്ട് വേണം. ഫുള്ള് മഴയുടെ കാലാവസ്ഥയാണ്, ഒരു രക്ഷയില്ല. നാളെ രാവിലെ ഒന്ന് ഇറങ്ങിയിട്ട് പോയിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ എല്ലാം വഴി അറിയിക്കാൻ.